സാമവേദത്തിൽ ജൈമിനിയ സംഹിത ഇതെല്ലാം ഇങ്ങനത്തെ പഠനമാണ്. എഴുത്തില്ല എന്ന് പറയണം. അപ്പോൾ എഴുത്തില്ലാത്ത ഒരു ഫിലോളജി എന്താണെന്ന് നോക്കിയാൽ ഇറ്റ്സ് വെരി യുണീക്ക്. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ നമുക്ക് രണ്ട് ശാഖകളാണല്ലോ ഇപ്പോൾ. ഒന്ന് കൗശികകൾ, ഇവർ നാരാസ് ഫാമിലി കൗശീതകി ഋഗ്വേദക്കാരാണ്. പിന്നെ ഭൂരിപക്ഷ ആളുകളും ഋഗ്വേദത്തിൽ ആശ്വലായനക്കാരാണ്, അല്ലെങ്കിൽ ഐതരേയം എന്നും പറയാം. അത്ര വ്യത്യാസമില്ല രണ്ട് ഋഗ്വേദത്തിനും. അപ്പോൾ ഈ രണ്ട് ശാഖകൾക്കും ബ്രാഹ്മണങ്ങളുണ്ട്. അതായത് ഐതരേയ ബ്രാഹ്മണം എന്ന് പറഞ്ഞിട്ട് ഐതരേയ ഋഗ്വേദത്തിന് ഒരു ബ്രാഹ്മണമുണ്ട്. കൗശിതകി ബ്രാഹ്മണം എന്ന് പറഞ്ഞിട്ട് കൗശിതകി സംഹിതന് ഒരു ബ്രാഹ്മണമുണ്ട്. അതുപോലെ തന്നെ ഐതരേയ ആരണ്യകമുണ്ട്, കൗശിതകി ആരണ്യകം, ഐതരേയ ഉപനിഷത്ത്, കൗശിതകി ഉപനിഷത്ത്, സൂത്രം, ആശ്വലായന സൂത്രം, സാഖായന സൂത്രം. ഇതെല്ലാം കൂടുമ്പോൾ നമുക്കൊരു ശരണം എന്നുള്ള ഒരു ഇത് കിട്ടും. ഏകദേശം 5 ഭാഗങ്ങൾ കാണും: സംഹിത, ബ്രാഹ്മണ, ആരണ്യക, ഉപനിഷത്ത്, സൂത്രം. സൂത്രത്തിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം അക്ഷരങ്ങൾ മാതിരി ഉള്ളൊരു ഭാഷയാണ് അത് എഴുതാൻ സാധിക്കും. പക്ഷേ ഈ ബ്രാഹ്മണത്തിൽ ഒരു അതായത് ഇപ്പോൾ what I'm trying to do is to what we would have as philology in Veda, naturally it would be a Brahmana text. അപ്പോൾ ഈ കൗശികി ബ്രാഹ്മണത്തിലും ഐതരേയ ബ്രാഹ്മണത്തിലും കവശ ഐയൂഷ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു അതായത് സരസ്വതി നദി തീരത്ത് ഒരു കവശ ഐയൂഷ എന്നുള്ള ഒരു ഋഷി മറ്റുള്ള ഋഷികളുടെ അടുത്ത് നിന്ന് അവരെല്ലാവരും ഒരു യാഗം നടത്തുകയാണ്. അതിലടുത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹം അതിൽ കൂട്ടിച്ചേരാൻ നോക്കും, പക്ഷെ അവരെ എടുക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് തനിയെ പോയിട്ട് സരസ്വതി നദിയിൽ നിന്നിട്ട് ഒരു സൂക്തം പറയും. അപ്പോൾ സരസ്വതി നദി തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും. ഇങ്ങനൊരു കഥയുണ്ട്. ഇത് ഐതരേയ ബ്രാഹ്മണത്തിലും വരും, കൗശികി ബ്രാഹ്മണത്തിലും വരും. അപ്പോൾ ഈ മാതിരി കഥകളുടെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഈ മാതിരി കാര്യങ്ങളായിരിക്കും വേദിക് ഫിലോളജി. ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കൂട്ടാതെ യാഗം ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ നദി തന്നെ അദ്ദേഹത്തിൻ്റെ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും മാധ്യമ ഋഷി എന്നാണ് മറ്റുള്ളവരുടെ പേരൊക്കെ. ഭാരദ്വാജൻ, ആത്രി, ഇങ്ങനെയുള്ള ഗോത്രക്കാരാണ് മാധ്യമ ഋഷിക്കാർ. ഇദ്ദേഹത്തെ എടുക്കാതെ യാഗം ചെയ്തിരിക്കുമ്പോൾ ഇദ്ദേഹം മാറി നിന്ന് മരുഭൂമിയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ നദി തന്നെ അദ്ദേഹത്തിന് വരും, അദ്ദേഹവും അവരുടെ കൂടെ കൂടും. ഈ മാതിരിയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് സാധിക്കും. അതാണ് വേദിക് ഫിലോളജി. അപ്പോൾ പലതും ഉണ്ട് നമുക്ക്. അങ്ങനെ വേറൊരു കാര്യം കൂടെ പറയാം ഞാൻ. അപ്പോൾ മറ്റേ മാക്സ് മുല്ലറിൻ്റെ അടുത്ത് ഈ എഴുതിയ ഋഗ്വേദം വന്നപ്പോൾ 2 മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. രണ്ടിലും ഒരു വ്യത്യാസമില്ല. അതായത് ഉദാത്തം, സ്വരിതം എല്ലാം ഒരേ പോലെയാണ്. 2 ടെക്സ്റ്റ്. അതാണ് ഇത് മാക്സ് മുല്ലർ ക്രിട്ടിക്കൽ അപ്പറേറ്റസ് ഇല്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് നമുക്ക് അധികം ഈ മാതിരിയുള്ള അപ്രോച്ച് ഇപ്പോഴേ സാധിക്കുന്നുള്ളൂ. അതായത് ഈ വേദിക് ഫിലോളജി എന്നുള്ള കാര്യം
2 തലമുറകളായിട്ട് മാത്രമേ നമുക്ക് വിറ്റ്സൽ എന്ന ഹാർവർഡിലുള്ള ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, സ്റ്റാൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ചെയ്തത്. നമുക്ക് we are having a body of knowledge now that we can begin to call Vedic philology. അപ്പോൾ അതിലാണ് ഞങ്ങളുടെ തോന്നി. അപ്പോൾ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതൊന്ന്, ഞാൻ അത്ര തന്നെ ശരിക്കും പറഞ്ഞിട്ടില്ല. So if you have any questions, please ask at the end or now, we can deal with that. Thank you very much.